ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രദോസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ അന്ന് നട്ടിട്ടുള്ള നമ്മുടെ തക്കാളി തൈയാണ്. അപ്പം തക്കാളി തൈ നടുന്നത് മുതൽ, അതായത് വിത്ത് മുതൽ വിളവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വിത്തിൻ്റെ കാര്യം തന്നെ തുടങ്ങാവേ. വിത്തെന്ന് പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, നല്ല നമ്മുടെ വാട്ടരോഗത്തെയൊക്കെ ചെറുക്കുന്ന നല്ല ഇനം നോക്കി നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കണേ. വിത്ത് തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഇത് നമുക്ക് കഴിവതും ഒരു കുറച്ച് നേരമെങ്കിലും സ്യൂഡോമോണസിൻ്റെ അകത്ത് മുക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കണം, അരികൾ പാകുന്നതിന് മുമ്പ്. എന്ന് വെച്ചാണല്ലോ, അപ്പോൾ ഈ സ്യൂഡോമോണസിൻ്റെ ഈ ഗുണമെല്ലാം ഇത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിന് നല്ല പ്രതിരോധശേഷി കിട്ടും. നമ്മുടെ തൈകൾ പെട്ടെന്ന് വാട്ടരോഗമോ മുരടിപ്പോ ഒന്നും വന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി തൈകളാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ തൈ നഴ്സറിയിൽ നിന്ന് മേടിക്കുവാണെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ നടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും സ്യൂഡോമോണസിൻ്റെ ലായനിയിൽ മുക്കി വെക്കണം. ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഇതുങ്ങൾക്ക് കുഴപ്പമൊന്നും കാണത്തില്ല, പക്ഷേ പൂ പിടിച്ച് കായായി തുടങ്ങുന്ന സമയത്താണ് ഇതിന് വാട്ടരോഗം കണ്ടുവരുന്നത് കൂടുതലായിട്ടും. അപ്പോൾ ഈ വാട്ടരോഗം വന്നു കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ മരുന്നൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് വരുന്നതിന് മുമ്പ് നോക്കണം. അതുമാത്രമല്ല, ആഴ്ചയിലൊരിക്കൽ 1 സ്പൂൺ കുമ്മായം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഈ 2 കാര്യങ്ങളും തക്കാളി കൃഷി ചെയ്യുന്നവർ മറന്നു പോകാനേ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതിങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തക്കാളി കൃഷിയെ പിന്നെ നോക്കണ്ട, മൊത്തം നാശമായി പോകും. ഇനിയുണ്ടല്ലോ, മൊട്ടിട്ട് കായായി തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ആഴ്ചയിൽ ജൈവവളം കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം തക്കാളി ചെടിക്ക് നല്ല വലിപ്പത്തിലുള്ള കായ്കളും ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ആഴ്ചയിൽ വളം കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് 2 ദിവസമായിട്ടാണ് വെയിൽ ഉറച്ചത്. അത് കാരണം കണ്ടോ, വെയിൽ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തക്കാളി ചെടി കണ്ടോ വള്ളി പോലെ നീളം വെച്ച് പോകുന്നത് കണ്ടോ. അപ്പോൾ തക്കാളി തൈ നടുമ്പോൾ നല്ല വെയിൽ കിട്ടുന്നിടത്ത് നടുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് ഇത്രയൊന്നും വളർന്നു പോകത്തില്ല. ചെറുപ്രായത്തിൽ ഇത് പൂ കുത്തുകയും ചെയ്യും. മുട്ടിനുകൾ തക്കാളികൾ ഉണ്ടാകുകയും ചെയ്യുവേ. തക്കാളി കായായി കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഈ കായ്ക്ക് നല്ല വലിപ്പം കിട്ടണമെങ്കിലുണ്ടല്ലോ, 1 സ്പൂൺ നമ്മുടെ ഇന്നാളിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചതാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റാണ്. മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ച നിറം നൽകുകയും നമ്മുടെ കായ്കളൊക്കെ ഉണ്ടല്ലോ നല്ല വലിപ്പമുള്ള കായ്കളും കിട്ടുവേ. നമുക്ക് നഴ്സറികളിൽ നിന്നും വളക്കടകളിൽ നിന്നും ഒക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുവേ. ഏകദേശം ഇതിനൊരു 35-40 രൂപയ്ക്കടുത്ത് വരുവേ മഗ്നീഷ്യം സൾഫേറ്റ്. എപ്സം സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, അതിന് കുറച്ചുകൂടെ റേറ്റ് ആകും, ഒരു 200 രൂപയ്ക്കുള്ളിൽ നിൽക്കുവേ. പക്ഷെ അതാണ് കുറച്ചുകൂടെ നല്ലത്. മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ അത് മേടിച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിലുള്ള ഇലകളെല്ലാം നല്ല പച്ച കളറിൽ തന്നെ നിൽക്കും. ചില ഇലകൾ കണ്ടിട്ടില്ലേ, മഞ്ഞിച്ച് കുരുടിച്ചൊക്കെ നിൽക്കുന്നത്, അതെല്ലാം മാറിക്കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ എപ്സം സോൾട്ട് അടിക്കുമ്പോഴത്തേക്കിന്. നമ്മുടെ തക്കാളി ചെടിക്കുണ്ടല്ലോ, മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഒരു ഇലകൾ പോലും പാടില്ല. നേരത്തെ ഇലകളെല്ലാം കട്ട് ചെയ്ത് വരണം. അത് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഈ തണ്ടിൽ ഈ ഭാഗത്തായിട്ട് വെച്ച് കട്ട് ചെയ്യണേ. ഇങ്ങോട്ട് കയറ്റി വെച്ച് കട്ട് ചെയ്യല്. കാരണം തണ്ട് ചിലപ്പം അഴുകി വല്ലതും പോവുകയാണെങ്കിൽ അതുവഴി അണുക്കൾ കയറി നമ്മുടെ തക്കാളി ചെടിക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തക്കാളി തൈ നടുമ്പോൾ നല്ല താഴ്ത്തി നടണം. അതുമാത്രമല്ല, അതിൻ്റെ തണ്ടുകളിൽ നിന്നെല്ലാം ഇഷ്ടംപോലെ വേരുകൾ വരുവേ. അപ്പോൾ വേരുകൾ വരുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ തക്കാളി ചെടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ. അത് വേരുകൾ എന്തുമാത്രം ഓടുന്നതിനനുസരിച്ചും നമുക്ക് കായ്ഫലം കൂടുവേ. ഇത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ തക്കാളി ചെടിയുടെ ചുവടെന്ന് പറയുന്നത്. ഞാൻ നല്ലതായിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാവേ. ഈ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ആ സ്ലറി ഉണ്ടാക്കുന്ന വിധം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അന്നത് കാണിച്ചു തരാവേ. ഇപ്പം നമ്മൾ അന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ള ജൈവ സ്ലറിയാണ്. അതായത് ശീമക്കൊന്നയിലയും ധൃതരാഷ്ട്ര പച്ചയും പിന്നെ നമ്മുടെ ചാണകവും ശർക്കരയൊക്കെ ഇട്ട നല്ല ഒരു സൂപ്പർ ജൈവവളമാണ്. ഇതങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ തക്കാളിയുടെ ഇലകൾക്കെല്ലാം നല്ല പച്ച കളറും കിട്ടും. നമ്മുടെ തക്കാളികൾക്കെല്ലാം ഉണ്ടല്ലോ, കായെല്ലാം ഉണ്ടല്ലോ നിറച്ച് പിടിക്കുവേ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിന്ന് നമ്മുടെ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ. ഇതിൻ്റെ അകത്തുനിന്ന് 1 കപ്പ് എടുത്തിട്ടുണ്ടല്ലോ, ഏകദേശം ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം
വെള്ളം ഒഴിക്കണേ. ഇതിന് ശേഷം വേണം നമുക്ക് തക്കാളിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ അതേ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1 കപ്പ് സ്ലറി ഞാൻ എടുക്കുവാണ് ഇതിൽ നിന്ന്. ഇതേ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1 കപ്പിലെ സ്ലറി ഇങ്ങോട്ട് ഒഴിക്കാവേ ഈ വെള്ളത്തിലോട്ട്. അപ്പോൾ സ്ലറി നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ ഇതിലോട്ട്. കണ്ടോ, നല്ല സൂപ്പർ വളമാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നിങ്ങളുടെ പൂക്കാത്ത ചെടികൾക്കും കായ ചെടികൾക്കും കാ പിടിച്ച് തുടങ്ങിയതിനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണേ. ഇത് കണ്ടോ, എനിക്ക് നല്ല സൂപ്പർ ജൈവവളമാണ്. അപ്പം ഇതിന് നമുക്ക് നമ്മുടെ തക്കാളി ചെടിക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ. കണ്ടോ, ഇതുപോലെ നമ്മുടെ തക്കാളിക്കും വഴുതനയ്ക്കും പച്ചമുളകിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലുണ്ടല്ലോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുമാത്രമല്ല കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ.